ഹായ് എവരി വൺ, നമസ്കാരം. എനിക്ക് ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു മുത്തശ്ശിയുടെ 80-ാം പിറന്നാളായിരുന്നു കേട്ടോ. അപ്പം അതിനൊക്കെ പോയി വന്നു. പിന്നെ ഇന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നു, അതിന് പോയി. അപ്പോൾ ഞാനങ്ങനെ അവിടെ നമ്മൾ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ വിശേഷങ്ങൾ പറയുമല്ലോ. അപ്പോൾ ഇന്നലെ നിശ്ചയത്തിന് പോയപ്പോൾ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയുടെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു 2-3 മാസം മുമ്പ്. അപ്പം ഞങ്ങൾ നല്ല അടിപൊളി വിവാഹമായിരുന്നു. ഗുലാബിയും മെഹന്തി ഹൽദി ഇങ്ങനെ പല പല വേർഷൻ ഉണ്ടല്ലോ. ഞങ്ങളുടെ കാലത്ത് കല്യാണ തലേ ദിവസം കുറച്ച് പേര് വന്ന് ഇത്തിരി ഊണ് കഴിക്കും. പിന്നെ കല്യാണത്തിന് നാള് ഒരു സദ്യ കഴിഞ്ഞു. ഇതിപ്പോൾ അങ്ങനെയല്ലോ, 5-6 ദിവസത്തെ വിവാഹ മാമാങ്കങ്ങളല്ലേ. അതൊക്കെയായി നല്ല ഭംഗിയിൽ കല്യാണം കഴിഞ്ഞതാ. ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഏകദേശം. ഇന്നലെ ഞാൻ ആ ഫംഗ്ഷന് പോയപ്പോൾ കേൾക്കണു അവർ ഡൈവേഴ്സ് ആവാൻ പോണു അത്രേ. എനിക്കൊരു അത്ഭുതമായി. കാരണം ഈ കുട്ടി അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോളാണ്, പയ്യനും ഒറ്റ മോനാണ്. അപ്പോൾ അവരെന്താന്ന് വെച്ചാൽ എല്ലാവരും നല്ല എത്രയോ 5-6 മാസമൊക്കെ മുമ്പൊക്കെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ചെക്കനും പെണ്ണൊക്കെ നല്ലോണം അടുത്തെറിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്ത വിവാഹമാണ് കേട്ടോ. പക്ഷെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രശ്നം എന്താ, അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല രണ്ടുപേർക്കും. അതാണ് കാര്യം. അപ്പം ഞാനൊരു കഥ ആലോചിച്ച് പോയി. പണ്ട് എൻ്റെ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നേ. ഇത് മിക്കവരും കേട്ടുള്ള കഥയായിരിക്കും, പക്ഷേ എനിക്ക് ഈ അവസരത്തിൽ അത് പറയാൻ തോന്നി എല്ലാവരോടും. അതായത്, ഒരു വീട്ടിലെ എന്നും ഭയങ്കര വഴക്കായിരുന്നു. വഴക്കെന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ തുടങ്ങും ഭാര്യയും ഭർത്താവും കൂടി ഇടി. അങ്ങനെ ആ വഴക്കിൻ്റെ ഇടയിൽ കുട്ടികൾക്കും ബുദ്ധിമുട്ട്, അങ്ങനെയാണല്ലോ. അയൽവക്കക്കാർക്കും ബുദ്ധിമുട്ട്. ഇപ്പോഴൊക്കെ അടക്കി പിടിച്ച വഴക്കുകളാണ്. പണ്ടത്തെ വഴക്കെന്ന് വെച്ചാൽ തുറന്ന വഴക്കുകളായിരുന്നു. തായി തോന്നുന്ന അങ്ങോട്ട് വിളിച്ചു പറയും. പണ്ടൊക്കെ അയൽവക്കക്കാരൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വഴക്കിടുമ്പോൾ ഞാനൊക്കെ എത്തിച്ചു നോക്കുമ്പോൾ എൻ്റെ അമ്മ ചീത്ത പറഞ്ഞ അകത്തേക്ക് വിടും. പക്ഷെ ഇപ്പോഴത്തെ വഴക്കെന്ന് വെച്ചാൽ ആരും അറിയില്ല, അകത്തിരുന്നിട്ടുള്ള സംഘർഷങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ വഴക്കുണ്ടായപ്പോൾ ഇവർ അടുത്തൊരു മന്ത്രവാദി വന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീ ഇവരോട് പറഞ്ഞു, എടീ നിൻ്റെ വീട്ടിലെപ്പോഴും വഴക്കല്ലേ, മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് വല്ല രക്ഷയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അവർ മന്ത്രവാദിയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു കുപ്പിയിൽ ഒരു മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് വഴക്ക് തുടങ്ങുമ്പോൾ അപ്പോൾ വായിൽ ഒഴിക്കണം. അങ്ങനെ വായിൽ ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഈ മരുന്ന് ഇറക്കാനോ തുപ്പാനോ പാടില്ല. 3 മണിക്കൂറിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വേണമെങ്കിൽ തുപ്പാം, അല്ലെങ്കിൽ ഇറക്കാം. പക്ഷെ 3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്താലും അത് വിഷമായിട്ട് മാറും. നല്ലോണം ആലോചിച്ചിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് അവർ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം പതിവ് പോലെ ഭർത്താവ് വന്നു. വഴക്ക് തുടങ്ങിയപ്പോൾ ഇവർ ആ വെള്ളം വായിലൊഴിച്ചു. അങ്ങനെ ഒഴിച്ചപ്പോൾ ഇയാൾ പറയുന്ന ഒന്നും മറുപടി പറയാൻ പറ്റണില്ല. അപ്പോൾ തുപ്പാനും പറ്റില്ലല്ലോ, വിഷമില്ലേ, ഇറക്കാനും പറ്റില്ല. അങ്ങനെ ഒരാഴ്ചത്തോളം ഇത് പ്രയോഗിച്ചു. അപ്പോൾ പിന്നെ ഭർത്താവിനും തോന്നി, അല്ല ഇത് അങ്ങേർക്കും വരുമ്പോൾ ശാന്തമായി തുടങ്ങി. കാരണം ഇങ്ങേരെന്തെങ്കിലും പറയുമ്പോൾ ഇവർ 10 പറയും. അങ്ങനെ പറഞ്ഞ് സംഘർഷമായി. പിറ്റേ ദിവസം അവൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ദേഷ്യത്തിലായിരിക്കും പിറ്റേ ദിവസം വരിക. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയാണ്ടായപ്പോൾ അങ്ങേർക്ക് അവർക്ക് സ്നേഹമായി തുടങ്ങിയവർ. അങ്ങനെ പറഞ്ഞു, മന്ത്രവാദി ദിവ്യം തന്നെ കേട്ടോ, മരുന്ന് കഴിച്ചിട്ട് മാറിയല്ലോ. അങ്ങനെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ മന്ത്രവാദിയെ കണ്ട് ഈ മരുന്ന് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ മരുന്ന് എന്തുകൊണ്ടായിരുന്നു? പച്ചവെള്ളമായിരുന്നു. മന്ത്രവാദി പിന്നെ പറഞ്ഞത് വെറും പച്ചവെള്ളമാണ്. പരസ്പര വഴക്കും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവണത് പരസ്പരം വർത്താനത്തിൽ കൂടിയാണ്. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടായാലും നമ്മളൊന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ചില വർത്താനങ്ങളിലൂടെയാണല്ലോ നമ്മൾ തന്നെ അറിയാണ്ട് ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാറുള്ളത്. അത് ചിലപ്പോൾ ആജീവനാന്ത ശത്രുതയ്ക്കും ഒക്കെ വഴിതെളിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും സംസാരം നിയന്ത്രിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ, നീ ഇങ്ങോട്ട് പോരടി, അവിടെ വഴക്കാണെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്യണ്ട, അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പരമാവധി നമ്മൾ മക്കളോട് പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ. മക്കളും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. ഈ പച്ചവെള്ളമാകുന്ന മന്ത്രവാദ വെള്ളം എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിച്ചാൽ പല ഡൈവേഴ്സുകളും കുടുംബ കോടതി കേട്ടിലൊക്കെ പരമാവധി ഒഴിവാക്കാം. അല്ലെ, ഇപ്പോൾ വളരെ സാധാരണമാണ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലേ? മുമ്പൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു ഭയങ്കര ഒരു മോശം സമ്പ്രദായമാണ് ഡൈവേഴ്സ് എന്നൊക്കെ കേട്ടാൽ. എൻ്റെ പൊന്നേ, എന്തോ ഒരു മോശമാണ്, ആണായാലും പെണ്ണായാലും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പരമാവധി നമ്മൾ പേരൻസൊക്കെ പറഞ്ഞു കൊടുക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും മക്കളേന്ന്. എന്ന് വെച്ച് ജീവൻ പോണ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യരുത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പോണത്രയൊക്കെ എല്ലാ മക്കളും അഡ്ജസ്റ്റ് ആവട്ടെ, അല്ലേ?
ശരി എന്നാല് ഞാനും ഇപ്പൊ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് കാലാണ്, എത്ര പ്രതീക്ഷയോട് കൂടിയാ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുക. ദേ കേൾക്കണു അത് മാത്രോ, ഡൈവേഴ്സും ഡൈവേഴ്സും ആഘോഷിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ. ഡൈവേഴ്സിന് കേക്ക് മുറിക്കുക അല്ലേ. എന്താ കാലങ്ങൾ പോയ പോക്ക്. അങ്ങനെ എല്ലാ മക്കളും സുഖമായിട്ടൊക്കെ ജീവിക്കട്ടെ, ഡൈവേഴ്സ് ഇല്ലാണ്ട്. എല്ലാ അച്ഛനമ്മമാരും ഈ മന്ത്രവാദി കൊടുത്ത പച്ചവെള്ളത്തിൻ്റെ മരുന്നിൻ്റെ പ്രയോഗം പറഞ്ഞു കൊടുക്കട്ടെ, അല്ലെങ്കിൽ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും അത് ഉപയോഗിക്കട്ടെ. അങ്ങനെ ഡൈവേഴ്സ് ഇല്ലാണ്ടും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോയും കുട്ടികൾ അനാഥമാവാണ്ടും ഇരിക്കട്ടെ അല്ലേ നമ്മുടെ ലോകത്ത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾക്ക് ഇന്നൊരു മുത്തശ്ശിയുടെ, ആദ്യം പറഞ്ഞില്ലേ, മുത്തശ്ശിയുടെ പിറന്നാളായിരുന്നു ഇവിടെ റോട്ടറി ക്ലബ്ബിൽ ശൃംഗവരത്ത്. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഫാമിലി ഗ്യാതറിങ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഭംഗിയിൽ എഡിറ്റ് ചെയ്തൊന്നും ഇടാനുള്ള പഠിച്ച് വരണുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.